അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനലിലൂടെ വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. അല്ലാഹു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് അല്ലാഹു നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ, അതാണ് നമ്മുടെ ആശയം. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ വളരെ കബൂലിയത്തിന്റെ പദവിയിലേക്ക് അള്ളാഹു എത്തിച്ചെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഇന്നത്തെ പ്രഭാതം, ഇന്നത്തെ പകൽ ദുൽഖഅദ മാസം 28 ഒരു പക്ഷേ 29 പിറ കണ്ടാൽ നമ്മളിലേക്ക് മറ്റന്നാൾ ദുൽഹിജ്ജ മാസം കടന്നു വരികയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആദരിച്ച 4 മാസങ്ങളിൽ ഒരു പ്രധാന മാസമായ ദുൽഖഅദ് നമ്മിൽ വിട പറയുകയാണ്. അവസാനത്തെ ഒരു വർഷത്തിന്റെ അവസാനമാകുന്ന ദുൽഹിജ്ജ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഹാജമാർ, ഹജ്ജുമ്മമാർ, അള്ളാഹുവിന്റെ അതിഥിയായി പടച്ചവന്റെ ഹറമിലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്ന, യാത്ര പോയ അല്ലെങ്കിൽ പോകാൻ ഒരുങ്ങുന്ന ഒരു അത്രയേറെ സുസാന്നിധ്യം തീർക്കുന്ന വലിയ ഒരു മാസമാണ്, പ്രതിഫലമേറെയുള്ള മാസമാണ് ദുൽഹിജ്ജ മാസം. അപ്പൊ ദുൽഖഅദ മാസവും ദുൽഹിജ്ജ മാസവും ദുൽഖഅദ് വിട പറഞ്ഞ് ദുൽഹിജ്ജ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ അള്ളാഹുവിന്റെ സർവമാന പ്രതിഫലങ്ങളും വാങ്ങിച്ചെടുക്കൽ നമുക്ക് ബാധ്യതയാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കൽ നമുക്ക് ബാധ്യതയാണ്. ഒരു വർഷം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മുടെ ആയുസ് ഒരു വട്ടം കൂടി എന്നല്ല, നമുക്കൊരു ആയുസ് കൂടി മരണത്തിലേക്ക് കൂടുതൽ അടുത്തു എന്നാണ്. ദുൽഖഅദ മാസം വിട പറയുമ്പോൾ പടച്ചവനെ, മരണത്തിലേക്ക് ഞാൻ ഒന്നുകൂടി അടുത്തു എന്ന ചിന്തയാണ് നമുക്ക് വരേണ്ടത്. മഹാനായ അബൂ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി മരുഭൂമിയിലൂടെ നടന്നു പോയപ്പോൾ കരഞ്ഞപ്പോൾ കൂടെയുള്ള സഹയാത്രികർ ചോദിച്ചു, തങ്ങളെ നിങ്ങൾ എന്തിനാ കരയണേ? കാല് വേദന എടുത്തിട്ടാണോ ഈ പൊള്ളുന്ന മരുഭൂമിയിലൂടെ നടന്നിട്ട്? എന്തു പറ്റി നിങ്ങൾക്ക്? അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതം നിങ്ങളെ കടിച്ചോ? എന്താ വേദന കൊണ്ട് കരയണേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നിങ്ങൾ ആ മരുഭൂമിയിലേക്കും തിരിഞ്ഞു നോക്കിയേ, നമ്മൾ നടന്നു വന്ന വഴികളിലേക്കും തിരിഞ്ഞു നോക്കിയേ, നമ്മുടെ കാൽപാദങ്ങൾ കാണുന്നില്ലേ? ആ കാൽപാദത്തെ പോലെ മരണം നമ്മെ പിന്തുടരുന്നുണ്ട് എന്ന ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എൻ്റെ കണ്ണറിയാതെ നിറഞ്ഞുപോയി കരഞ്ഞു പോയതെന്നാണ്. നമ്മൾ എപ്പോഴും മരണപ്പെടാം. ആ മരണത്തിന് മുമ്പ് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞാൽ, പ്രതിഫലങ്ങൾ വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞാൽ, ദുൽഖഅദ മാസം ദുൽഹിജ്ജ മാസം അനുകൂലമാക്കി എടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നാളെ സ്വർഗമാണ്. അതല്ല, കടന്നുപോയ പവിത്രമുള്ള മാസങ്ങളെല്ലാം നമുക്കെതിരായി സാക്ഷി നിന്നാൽ ഹസറത്തു ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നമുക്ക് പരാജയത്തിലുമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5 കാര്യങ്ങളാണ്. ഈ 5 സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, 5-ൽ ഏതെങ്കിലും ഒരെണ്ണം ഒരാളുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസിന്റെ ആശയങ്ങൾ കാണാം. അവന്റെ നമസ്കാരങ്ങൾ, അവന്റെ സ്വതക്കകൾ, അവന്റെ നോമ്പുകൾ, അവന്റെ ഇസ്തിഗ്ഫാറുകൾ, അവന്റെ മുഴുവൻ ഇബാദത്തുകളും വലിരിബു ബിഹാദൽ വജ്ഹി ലിസ്വാഹിബിഹാ, അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്നാണ്. അവന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കൂല, ഉംറ അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കൂല. ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറവും സഫറും ഒക്കെ നമുക്കെതിരാകുന്ന 5 സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. അത്ഭുതത്തിന്റെ ജീവിതത്തിൽ വലിയ ശ്രദ്ധ ചെലുത്തേണ്ട 5 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹുവേ, കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ ഉള്ളവരാണെങ്കിൽ അത് മാറ്റി നിർത്താൻ, ഇല്ല എങ്കിൽ അതിന് വരാതിരിക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസിന്റെ ആശയത്തിലൂടെ മഹാന്മാർ രേഖപ്പെടുത്തു. ഒന്നാമത് പഠിച്ചു വെക്കേണ്ടത് ഭർത്താവിന്റെ പൊരുത്തം. അൽ മർഅതു സാഖിതു അലൈഹാ സൗജിഹാ സൗജതിഹാ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ പൊരുത്തം ഭാര്യയ്ക്കും ഭാര്യയുടെ പൊരുത്തം ഭർത്താവിനും കിട്ടിയോ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വലിയ പ്രതിഫലമുണ്ട്. അതല്ല, ഭർത്താവിന്റെ പൊരുത്തക്കേടുള്ള ഭാര്യയാണോ, ഭാര്യയുടെ പൊരുത്തക്കേടുള്ള ഭർത്താവാണോ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ പൊരുത്തമാണ് നമുക്ക് വേണ്ടത്, അവരുടെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്. 40 പേര് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവന് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബിബിയോട് ഒരാളൊന്ന് ചോദിച്ചില്ലേ, ആയിഷ ബിബിയെ ഞാൻ നല്ലതാണെന്ന് എങ്ങനെ അറിയുക? ആയിഷ ബിബി റളിയല്ലാഹു തആല പറഞ്ഞത്, നിന്റെ വീട്ടിലുള്ളവർ, നിന്റെ ചുറ്റുമുള്ളവർ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നീ നല്ലതാണ്, മറ്റുള്ളവർ നിന്നെ കുറിച്ച് മോശം പറഞ്ഞാൽ നീ മോശമാണ്. അവിടെ നിസ്കാരത്തഴമ്പോ ഹജ്ജോ ഉംറയോ ഒന്നും അവിടെ പരിഗണിക്കൂല. അള്ളാഹു കബൂലാക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ നിസ്സാര പ്രശ്നങ്ങൾക്ക് പേരിൽ അവർ ത്വലാഖിന്റെ വക്കിലെത്തി, ഡിവോഴ്സുകളുടെ വക്കിലെത്തി കോടതികളിൽ കയറിയിറങ്ങുന്ന സാഹചര്യമാണുള്ളത്. ഭർത്താവിന്റെ പൊരുത്തമുള്ള ഭാര്യ, ഭാര്യയുടെ പൊരുത്തമുള്ള ഭർത്താവ്, ആ കുടുംബ ജീവിതത്തിലാണ് അള്ളാഹിന്റെ ബറക്കത്ത് ഉണ്ടാവുക. അൻസലല്ലാഹു സലാമ, അള്ളാഹു സലാമത്തും സംരക്ഷണവും ഒക്കെ അള്ളാഹ് കൊടുക്കുമെന്നാണ്. മഹാനായ ഫാത്തിമത്തു സഹറ അലിയാർ തങ്ങളുടെ കുടുംബം, നബി തങ്ങളുടെ കുടുംബ ജീവിതങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ പൊരുത്തമാണ് വലുത്. ഭർത്താവിന്റെ പൊരുത്തം ഭാര്യയ്ക്കും ഭാര്യയുടെ പൊരുത്തം ഭർത്താവിനും ഉണ്ടാകൽ നല്ല കാര്യങ്ങളിൽ പെട്ടതാണ്. ഈ
പൊരുത്തമില്ലാത്ത സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മമാരെ നിസ്സാര കാര്യമായിരിക്കാം, നിങ്ങൾ പൊരുത്തം ചോദിച്ചോളി. അല്ലെങ്കിൽ ഹസറത്തു ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും പരാജയപ്പെടുമെന്നാണ്. രണ്ടാമത് വിശദീകരിക്കുന്നില്ല, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന നബി തങ്ങളുടെ ഹദീസിന്റെ ആശയത്തിൽ 3 ദിവസത്തെക്കാൾ കൂടുതൽ പിണങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവന്റെ ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കൂല. എത്ര നെറ്റി വെച്ച് തറയിൽ ഉരച്ചാലും കഅബയുടെ കില്ല പിടിച്ച് ദ്വാരെന്നാലും അള്ളാഹ്ക്ക് വേണ്ട. വലിരീബൂബി ആദൽ വജ്ഹിൽ സ്വാഹിബിക, നിസ്സാര കാര്യം, അത് അയൽവാസിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ, നാട്ടുകാരനാകട്ടെ, ഇതര സമുദായ സഹോദരനാകട്ടെ, ആരുമാകട്ടെ, കാരണമില്ലാതെ അകാരണമായി പിണങ്ങിയിരിക്കൽ പാടില്ല. ഒരാളോട് പിണക്കം പാടില്ല. ഇന്ന് ഉമ്മയോട് വാപ്പയോട് പിണങ്ങുന്ന മക്കൾ, മക്കളോട് പിണങ്ങുന്ന മാതാപിതാക്കൾ, കൂടപ്പറപ്പുകൾ, സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, പലരും ഇന്ന് പിണക്കത്തിലാണ്. നിസ്സാര കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, 3 ദിവസത്തെക്കാൾ കൂടുതൽ പിണങ്ങിയിരിക്കാൻ പാടില്ല. നമ്മൾ കൽബിലോട്ടൊന്ന് ചോദിച്ചു നോക്കിക്കേ. നമ്മൾ സ്വയം ഒന്ന് വിചാരണ ചെയ്ത് നമ്മുടെ ഭാര്യയുടെ കുടുംബത്തിൽ, ഭർത്താവിന്റെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ആരോടൊക്കെ നമ്മൾ പിണങ്ങി കഴിയുന്നുണ്ട്? ആരോടാ നമ്മൾ വാശി? ആരോടാ നമ്മൾ വമ്പ് കാണിക്കണേ? ഈ അകത്തേക്ക് എടുക്കുന്ന ശ്വാസം ഒന്ന് പുറത്തേക്ക് വിടണമെങ്കിൽ അള്ള വിചാരിച്ചാലല്ലേ പറ്റൂ. ഈ ശ്വാസം അങ്ങ് നിലച്ച അവിടെ വീഴൂലേ നമ്മൾ? പിന്നെ നമ്മുടെ മയ്യത്താണ്. പിന്നെ ആരാ നമ്മളെ മയ്യത്ത് എടുക്കുക? ആരാ നമുക്ക് വസ്ത്രം മാറ്റി തരുന്നേ? ആരാ നമ്മളെ കുളിപ്പിക്കുന്നേ? ആരാ നമ്മളെ ചുമക്കുന്നേ? ആരാ നമ്മളെ മയ്യത്ത് നിസ്കരിക്കുന്നേ? ആരാ നമ്മളെ കബറിലേക്ക് ഇറക്കി വെക്കുന്നേ? എന്ത് ഗ്യാരണ്ടി ഉണ്ട്? ചിലപ്പോൾ നമ്മളെ ചീത്ത വിളിച്ചവർ നമ്മൾ പിണങ്ങിയവരാണ് നമ്മുടെ മരണസമയം അടുത്തുള്ളതെങ്കിൽ അവൻ തരുന്ന വെള്ളം, അവൻ പറഞ്ഞു തരുന്ന കലിമ, നമ്മോട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം നമുക്ക് സന്തുഷ്ടമുണ്ടാകുമെന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരിക്കാൻ പാടില്ല. ആർക്കെങ്കിലൊക്കെ പിണക്കുണ്ടെങ്കിൽ ഉമ്മ വാപ്പ ഹൃദയം തുറന്ന് നിങ്ങളോട് പറയാണ്, ദുൽഹിജ്ജ മാസം കടന്നു വരാണ്, ഇനി എപ്പോഴാണ് നമ്മുടെ ആയുസ് തീരാന്നറിയില്ല. ഒന്നാമത് എന്നോടും നമ്മൾ ഇന്ന് തന്നെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് സലാം പറഞ്ഞേക്ക്, വേറെ ഒന്നും പറയണ്ട, അസ്സലാമു അലൈക്കും പറഞ്ഞേക്ക. നമ്മുടെ കടമ അവിടെ തീർന്നു. നമ്മൾ തോളി കേട്ട് നടക്കണമെന്നോ ചേർത്ത് പിടിക്കണോ ഒന്നുമില്ല. പിണക്കം മാറ്റിയേക്ക, ഒന്ന് പൊരുത്തം ചോദിച്ചേക്ക. പിന്നെ നിങ്ങൾ കണ്ട ഒന്ന് സലാം പറഞ്ഞാൽ മതി. കൂടുതൽ അടുക്കുകയും ഒന്നും വേണ്ട. പിണക്കമില്ല എന്ന് ബോധ്യപ്പെടുത്തുക, പൊരുത്തം പേടിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തത് മുത്തനബി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ആശയങ്ങൾ കാണാം. മുദ്മിനുൽ ഖംർ, ലഹരികളുമായി ബന്ധപ്പെടുന്നവർ. എത്രയോ മക്കൾ കഞ്ചാവിന്റെയും MDMAയുടെയും കള്ളുകളുടെയും ലഹരികളുടെ അടിമകളാണ്. അള്ളാഹു കാക്കട്ടെ. എത്രയോ ഉമ്മമാർ നമ്മുടെ കമന്റിൽ തന്നെ അള്ളാഹു ഉസ്താദെ എന്റെ മകൻ ഇന്ന പ്രശ്നമാണ് ദ്വാരക്കണമെന്ന് പറയുന്നു. അള്ളാഹു അവർക്കൊക്കെ ബോധം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കള്ളുകുടി ലഹരികളുമായി ബന്ധപ്പെടുന്നവരുണ്ടോ അവിടെയും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവിടെയും അവൻ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കൂലെന്നാണ്. പിന്നെ നാലാമത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം, വൽ അബ്ദുൽ ആബിഖു മിൻ സയ്യിദിഹി, ഓടിപ്പോയ അടിമ. ഇന്ന് നമുക്ക് അടിമ സമ്പ്രദായം ഇല്ല. പക്ഷേ ഇവിടെ എടുത്തു വെച്ചുകൊണ്ട് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്ന മറ്റൊരു കാര്യമുണ്ട്. മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് പോകുന്ന ഭാര്യ മടങ്ങി വരുന്നതുവരെയും അള്ളാഹുവിന്റെ കോപത്തിലാണ്, മലക്കുകളുടെ ശാപത്തിലാണ്. ഭർത്താവിന്റെ അനുമതിയില്ലാതെ പുറത്തു പോകുന്ന പെണ്ണെ നിന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ശാപത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അഞ്ചാമത്തത് അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസിന്റെ ആശയത്തിൽ കാണാം. നബി തങ്ങൾ പറയുന്നു, വ ഇമാമ ഖൗമൻ യുസല്ലി ബിഹിം വഹും ലഹു കാരിഹൂൻ. ഒരാൾ ഇമാമത്ത് നിസ്കരിക്കാൻ, അത് പള്ളിയിലെ ഉസ്താദാകട്ടെ, ആരും ആകട്ടെ, നമ്മളാകട്ടെ, ആരുമാകട്ടെ, നമ്മൾ നിസ്കരിക്കുന്നു. നമ്മുടെ പിന്നിൽ കുറെ പേരുണ്ട്. നമ്മൾ നിസ്കരിക്കുന്നവർക്ക് തൃപ്തിയില്ല എങ്കിൽ അവന്റെയും ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മളോട് തൃപ്തിയില്ലാത്ത ആളുകളുണ്ടോ, അങ്ങനെ ഉള്ളിടത്തോളം കാലം അള്ളാഹു നമുക്ക് ഇബാദത്തുകൾ സ്വീകരിക്കൂല. നമ്മളെല്ലാവരും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. എന്നാലും മനഃപൂർവ്വം ആരുടെയും പൊരുത്തക്കേട് വാങ്ങിക്കാൻ ഇടവരരുത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിട പറയുന്ന ദുൽഖഅദും വരാനിരിക്കുന്ന ദുൽഹിജ്ജയൊക്കെ നമുക്ക് സ്വീകരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. നല്ല മാസങ്ങളായി ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ഇതുപോലെ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹ് ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വിനീതൻ നേതൃത്വം നൽകുന്ന ബദറിൻ തീരം എന്നൊരു മജ്ലിസ് ഉണ്ട്. രാത്രി 9 മണിക്ക് ഹദ്ദാദ് റാത്തീബോടുകൂടി തുടങ്ങും. ഹദ്ദാദ് ചൊല്ലി അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും തിബ്ബുസ് സ്വലാത്തും ഒക്കെ ചൊല്ലി ആയിരങ്ങൾ ആമീൻ പിടിക്കുന്ന പ്രാർത്ഥനാ സദസ്സ്, മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അള്ളാഹ് ഖബൂലാക്കട്ടെ. 9 മണിക്ക് തുടങ്ങി 10:30 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മജ്ലിസാണ്. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ബദറിൻ തീരം എന്നാണ് ആ മജ്ലിസ്. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. നിങ്ങളൊക്കെ ദ്വാരക്കണം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. അള്ളാഹ് എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രധാനിക്കുമാറാകട്ടെ. എന്തൊക്കെ ദുആ വസിയത്തുകൾ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ആരൊക്കെ പറയുന്നുണ്ടോ, അവർക്ക് എല്ലാവർക്കും സലാമത്തിന്റെ വാതിൽ അള്ളാഹ് തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.